ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് എ.കെ. ബാലൻ. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പുതിയ വാദം. അപകീർത്തി കേസിൽ മാപ്പ് പറയില്ലെന്നും എ.കെ. ബാലൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളം ഭരിക്കുക ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഒഴിമാറാടും രണ്ടാം മാറാടും എന്നല്ല ഉണ്ടാവുക. ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി മുതിർന്ന CPM നേതാവായ എ.കെ. ബാലന് നോട്ടീസ് അയച്ചത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ചാപ്റ്റർ എന്ന പേരിലാണ് തനിക്ക് വക്കീൽ നോട്ടീസ് വന്നതെന്നും ആ സംഘടനയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെന്നാണ് എ.കെ. ബാലന്റെ വാദം. ജമാഅത്ത് മാറാട് കലാപത്തിൽ പങ്കെടുത്തുവെന്നോ ഏതെങ്കിലും വർഗീയ കലാപത്തിന് ശ്രമിച്ചുവെന്നോ താൻ പറഞ്ഞിട്ടില്ല. ഇവിടെ ജമാഅത്തയുടെ സഹായത്തോടു കൂടിയിട്ടാണ് UDF അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ ഗവൺമെന്റിനെ ജമാഅത്തെ, എൻ്റെ വാക്കതാണ്, സ്വാധീനിക്കും. മാത്രവുമല്ല ആഭ്യന്തരത്തെ സ്വാധീനിക്കും, കൺട്രോൾ ചെയ്യും. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മാറാട് കലാപത്തിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്തു എന്നോ ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നോ. എന്റെ സ്റ്റേറ്റ്മെന്റിൽ എവിടെയെങ്കിലും ഉണ്ടോ സുഹൃത്തെ? അപകീർത്തി കേസിൽ നിയമപരമായി മറുപടി നൽകുമെന്നും മാപ്പ് പറയില്ലെന്നും എ.കെ. ബാലൻ പറഞ്ഞു. 10 പൈസ എൻ്റെ അടുക്കൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ജമാഅത്തെ കേസിന് കൊടുക്കണ്ട. മരണം വരെ 10 പൈസ ഞാൻ കൊടുക്കൂല. മാപ്പ് എൻ്റെ ജീവിതത്തിലേ ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ നിയമപരമായിട്ട് മാത്രമേ ഞാൻ അതിൽ പ്രതികരിക്കൂ. അതായത് ഈ സംഘടനയെ എടുത്ത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഈ സംഘടനയുടെ പേരേ പറഞ്ഞിട്ടില്ല, ഈ സംഘടനക്കെതിരായിട്ടും പറഞ്ഞിട്ടില്ല. സംഘടനയുടെ മുഴുവൻ പേര് പറഞ്ഞിട്ടില്ലെന്ന സാങ്കേതികത്വം പറഞ്ഞ് അപകീർത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് എ.കെ. ബാലന്റെ ശ്രമം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പിന്തുണ നൽകിയതിനാൽ ഇതേ രീതിയിൽ മുന്നോട്ടു പോകുമെന്നും ബാലൻ കൂട്ടിച്ചേർത്തു. മീഡിയ 1 പാലക്കാട്.